ഔറംഗസേബ് ആറാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ്. ഷാജഹാൻ്റെ മകനായിരുന്ന അദ്ദേഹം. അബു മുസാഫിർ മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. 1658 അദ്ദേഹം മുഗൾ ചക്രവർത്തിയായത്. മുഗൾ ചരിത്രത്തിലെ അതിക്രൂരരും മതഭ്രാന്തനുമായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പരമദയാലുവും വിശാലഹൃദയനുമായിരുന്നു അദ്ദേഹം എന്ന് ചില ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു യാഥാസ്ഥിതികനായിരുന്നു അദ്ദേഹം. ഏറ്റവും വെറുക്കപ്പെട്ട മുഗൾ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛനെ തടവിലാക്കിക്കൊണ്ട് സഹോദരനെ വധിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറുന്നത്. കോൺഗറർ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു ക്രൂരനായ മുഗൾ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. സന്യാസിയായ മുഗൾ രാജാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വളരെ ലളിതമായൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സ്വന്തം ആവശ്യത്തിന് സ്വയം പൈസ കണ്ടെത്തുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. അദ്ദേഹം ജസിയ എന്ന മതനികുതി വീണ്ടും കൊണ്ടുവന്നു. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതമായത് ഔറംഗസീബിൻ്റെ കാലത്താണ്. അക്ബറിൻ്റെ സാമ്രാജ്യത്തെക്കാൾ വലുതായിരുന്നു ഇത്. 1707 അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഭാര്യയ്ക്കൊരു അദ്ദേഹം ഒരു കബറിടം ഒരുക്കി. ഇതാണ് BBC മക്വാര. പാവങ്ങളുടെ താജ്മഹൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ മനോച്ചി ഇന്ത്യ സന്ദർശിച്ച ഈ കാലത്താണ്. ദ ലാസ്റ്റ് ഗ്രേറ്റ് മുഗൾ കിങ്ങായിരുന്നു ഔറംഗസേബ്. തൻ്റെ 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അധികാരത്തിലേറിയത്. അദ്ദേഹത്തിൻ്റെ ഭരണം അധികാരം ക്ഷയിക്കുന്നതിന് തുടക്കം കുറിച്ചു. അറബിക്, പേർഷ്യൻ ഭാഷകൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു സൈനിക അഭ്യാസിയായിരുന്നു. ധീരനായ ഒരു പോരാളിയായിരുന്നു. ഔറംഗസേബ് കരുത്തനായ ഭരണാധികാരി ആയതുകൊണ്ടാണ് മുഗൾ സാമ്രാജ്യം 1707 വരെ ശക്തമായി നിലകൊണ്ടത്. അദ്ദേഹം കൃഷിയെയും കച്ചവടത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു.